അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ ട്രെയിലറിൽ നമ്മൾ വിട്ടുപോയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് മാത്രമല്ല ഒരുപാട് പേർക്ക് ഇപ്പോഴും ഡൗട്ടുണ്ട്. അതായത് ഓൾറെഡി നമ്മൾ വയസ്സായിട്ടുള്ള ക്യാപ്റ്റൻ അമേരിക്കനെ എൻഡ് ഗെയിമിൽ കണ്ടല്ലോ, പിന്നെ എങ്ങനെയാണ് അതേ ക്യാപ്റ്റൻ അമേരിക്ക തന്നെ ഇപ്പോഴും തിരിച്ചു വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് ഡൗട്ടായിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ ഒരു ക്ലാരിഫിക്കേഷനും ആക്ച്വലി ഇതിന് മുമ്പ് തന്നെ അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ തന്നെ പ്ലോട്ട് ലീക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു ഡൗട്ട് നിങ്ങൾക്ക് വരില്ലായിരുന്നു. സോ ആ ഒരു കാര്യങ്ങളും എല്ലാം മൊത്തത്തിൽ നമുക്ക് എന്തായാലും ഒന്ന് ഈ വീഡിയോയിൽ നോക്കിക്കളയാം. ഫസ്റ്റ് നമുക്ക് ആ ട്രെയിലറിൽ നിന്ന് തന്നെ തുടങ്ങാം. ട്രെയിലറിൻ്റെ തുടക്കത്തിൽ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ബ്രേക്ക് ഡൗണിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സേവിയർ സ്കൂൾ, അതായത് നമ്മുടെ ചാൾസ് ക്സേവിയറിൻ്റെ സേവിയർ സ്കൂൾ മൊത്തം തകർന്നിട്ട് കിടക്കുന്ന പോലെ ആയിരിക്കും കാണിച്ചിട്ടുണ്ടാവുക. ഇതൊരു പക്ഷേ ഇൻകേഷൻ കാരണം തകർന്നതായിരിക്കണം എന്നില്ല. ചിലപ്പോൾ നമ്മുടെ അവഞ്ചേഴ്സും ആ ഒരു എക്സ്പെൻസും നമ്മൾ ആ ഫൈറ്റിന് ശേഷം അങ്ങനെ തകർന്നതും ആയിരിക്കാം. അതേപോലെ തന്നെ നമ്മുടെ ചാൾസ് ക്സേവിയർ ജനലിൽ കൂടെ നോക്കുമ്പോൾ ലിറ്ററലി ഒരു ബ്ലാസ്റ്റാണ് പുള്ളി കാണുന്നത്. ആക്ച്വലി അതൊരു പക്ഷേ അതൊരു ഇൻകേഷൻ നടന്നിട്ട്, ഇൻകേഷൻ അല്ല, അത് ചിലപ്പോൾ നമ്മുടെ ഈ എക്സ്പെൻസ് തന്നെ ഒരു യൂണിവേഴ്സ് തന്നെ നശിപ്പിക്കുന്നതായിരിക്കാം ആ ഒരു സീന്. കാരണം ഇതിനു മുമ്പ് ഈ ഡൂംസ്ഡേ തന്നെ ഒരുപാട് പ്ലോട്ട് ലീക്കിൽ ഈ ഡൂംസ്ഡേ ഓപ്പൺ ആവാൻ വേണ്ടി പോകുന്ന തന്നെ നമ്മുടെ ഈ എക്സ്പെൻസ് ഒരു യൂണിവേഴ്സ് നശിപ്പിക്കുന്ന കാണിച്ചുകൊണ്ട് കാണിക്കുന്ന പറഞ്ഞിട്ടാണ്. അതായത് ഈ എക്സ്പെൻസിൻ്റെ ഇപ്പോൾ കറണ്ടായിട്ടുള്ള യൂണിവേഴ്സും വേറൊരു യൂണിവേഴ്സും ഇൻകേഷൻ നടന്ന് കൊളൈഡായിട്ട് രണ്ട് നശിക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ ആ രണ്ട് യൂണിവേഴ്സുകളും നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിലൊരു യൂണിവേഴ്സ് ഇല്ലാതായെങ്കിൽ മറ്റേ യൂണിവേഴ്സ് രക്ഷപ്പെടും. അതിന് വേണ്ടിയിട്ട് നമ്മുടെ എക്സ്പെൻസ് ആ ഓപ്പോസിറ്റുള്ള യൂണിവേഴ്സ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് വരും. അങ്ങനെ ഇവർ നശിപ്പിക്കാൻ വേണ്ടി വരുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ ടോബി മെഗ്വയർ സ്പൈഡർമാൻ്റെ ആ യൂണിവേഴ്സാണ്. അങ്ങനെ ആ പ്ലോട്ട് ലീക്ക് പ്രകാരവും നമ്മുടെ ആ ടോബി മെഗ്വയറിൻ്റെ ആ സ്പൈഡർമാൻ്റെ യൂണിവേഴ്സ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മഗ്നീറ്റോ ഇവരെല്ലാവരും ഡയറക്റ്റായിട്ട് തന്നെ ആ യൂണിവേഴ്സിലേക്ക് വന്നിട്ട് ഒരു എർത്ത് കില്ലിംഗ് ബോംബ് പോലത്തെ ഒരു സാധനം അവിടെ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ അത് തടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ടോബി മെഗ്വയർ സ്പൈഡർമാൻ ഒറ്റയ്ക്ക് ശ്രമിക്കുന്ന പോലെയും അങ്ങനെ പുള്ളീനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നമ്മുടെ ഡോക്ടർ ഒക്ടോബസും ഗ്രീൻ ഗോബ്ലൊക്കെ വരുന്നതുകൊണ്ടൊക്കെയാണ് ഇപ്പോൾ ഒരുപാട് റൂമേഴ്സ് കേൾക്കുന്നത്. അത് മാത്രമല്ല അങ്ങനെ ആ ഒരു ടൈമിൽ നമ്മുടെ ടോബി മെഗ്വയറിൻ്റെ ആ സ്പൈഡർമാനും ഈ എക്സ്മെൻസൊക്കെ എന്തായാലും ഇവരെ നശിപ്പിക്കാൻ വേണ്ടി പോയതാണല്ലോ. അങ്ങനെ നമ്മുടെ വൂൾവറിനും അതായത് നമ്മുടെ ഹ്യൂ ജാക്ക്മാൻ്റെ വൂൾവറിനും ഈ ടോബി മെഗ്വയർ സ്പൈഡർമാനും തമ്മിലൊരു ഫൈറ്റ് നടക്കുന്ന പോലെയും മാത്രമല്ല അതിനുശേഷം ആ ടോബി മെഗ്വയറിൻ്റെ മൊത്തം യൂണിവേഴ്സും നശിക്കുന്ന തന്നെ, അതായത് ആ മൊത്തം എർത്ത് നശിക്കും. പക്ഷേ നമ്മുടെ ഹ്യൂ ജാക്ക്മാൻ്റെ വൂൾവറിൻ മാത്രം പുള്ളിയുടെ കൂടെ, അതായത് ആ ടോബി മെഗ്വയർ സ്പൈഡർമാൻ്റെ കൂടെ പുള്ളിയുടെ യൂണിവേഴ്സിൽ തന്നെ നിൽക്കും. ആ ഇൻകേഷനിൽ പെട്ട് പുള്ളിയും മരിക്കും. ഇങ്ങനെയാണ് അതിൻ്റെ ഓപ്പണിംഗ് തുടങ്ങാൻ വേണ്ടി പോകുന്നതെന്നാണ് ഈ പ്ലോട്ട് ലീക്കിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതുവരെ ഇതിന് മുമ്പ് ഇറങ്ങിയിട്ടുള്ള പല പടങ്ങളുടെയും എല്ലാ പ്ലോട്ട് ലീക്സും അതേപോലെ തന്നെയാണ് പടങ്ങൾ വന്നിട്ടുള്ളത്. സോ ഇത് നമുക്ക് അങ്ങനെ തള്ളിക്കളയാനും പറ്റില്ല. കാരണം ഇതിൻ്റെ സെറ്റ് പിക്സ് ഒക്കെ അതിനനുസരിച്ചാണ് ഇപ്പോൾ റിലീസ് ആയിക്കൊണ്ടിരിക്കുന്നത്. സോ അങ്ങനെ നോക്കുമ്പോൾ ഇത് സത്യമായിരിക്കണം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ ഒരു നശിക്കുന്ന നമ്മുടെ ടോബി മെഗ്വയറിൻ്റെ യൂണിവേഴ്സ് ആയിരിക്കണം, ആ ഒരു എർത്ത് ആയിരിക്കണം അവിടെ ബ്ലാസ്റ്റ് ആവുന്നത്. അത് കണ്ടിട്ടായിരിക്കും നമ്മുടെ പാട്രിക് സ്റ്റുവർട്ട്, അതായത് നമ്മുടെ ചാൾസ് ക്സേവിയർ അവിടെ ഞെട്ടുന്നത്. അതായത് ഇൻകേഷൻ നടക്കുന്നതിന് മുമ്പ് തന്നെ അവരുടെ യൂണിവേഴ്സ് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ എക്സ്മെൻസ് തന്നെ വേറൊരു യൂണിവേഴ്സ് നശിപ്പിച്ചു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വരുന്ന വേറൊരു ഡൗട്ടായിരിക്കും, അതായത് ഈ ഇൻകേഷൻ എന്ന് പറയുന്നത് രണ്ട് യൂണിവേഴ്സുകൾ തമ്മിലല്ലേ കൊളൈഡ് ആവുന്നത്. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു യൂണിവേഴ്സിനെ അത്രത്തോളം നശിപ്പിക്കാൻ മാത്രം പവർഫുൾ ആയിട്ടുള്ള വെപ്പൺസൊക്കെ ഈ എക്സ്മാൻ യൂണിവേഴ്സിൻ്റെ കയ്യിലൊക്കെ ഉണ്ടോന്ന്, അതായത് എക്സ്മാൻ യൂണിവേഴ്സിൽ നമ്മുടെ ഹീറോസിൻ്റെ കയ്യിലുണ്ടോന്ന് അല്ലേ. ആക്ച്വലി ഇൻകേഷൻ തടയാൻ വേണ്ടിയിട്ട്, അതായത് രണ്ട് യൂണിവേഴ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊളൈഡ് ആവുന്നത് തടയാൻ വേണ്ടിയിട്ട് ഒരു യൂണിവേഴ്സിനെ മൊത്തമായിട്ടങ്ങ് നശിപ്പിക്കണമെന്നില്ല. ആ ഒരു കൊളൈഡ് ആവാൻ വരുന്ന യൂണിവേഴ്സിൻ്റെ സെൻറ്റർ പോയിൻ്റ് ആയിട്ട് പറയപ്പെടുന്നത്, അതായത് കോമിക്സിലാണെങ്കിലും ഈ MCUവിലാണെങ്കിലും പറയാൻ വേണ്ടി പോകുന്നത് സെൻറ്റർ പോയിൻ്റ് ആയിട്ടുള്ളത് എർത്താണ്. അങ്ങനെ ആ എർത്ത് നശിപ്പിച്ചു കഴിഞ്ഞാൽ മാത്രം മതി ആ കൊളൈഡ് ആവുന്നത് തടയാൻ വേണ്ടി പറ്റും. അതായത് മൊത്തം യൂണിവേഴ്സുകളുടെ ഒരു വോൾ പോലെ നിൽക്കുന്നത് ആ യൂണിവേഴ്സുകളിലെ എർത്താണ് സെൻറ്റർ പോയിൻ്റ് ആയിട്ടുള്ളത്. അങ്ങനെ ആ എർത്തുകൾ ഇല്ലാതായി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊളൈഡ് ആവുന്ന നടക്കും. അതായത് ഫസ്റ്റ് എർത്ത് കൂട്ടിയിടിച്ച് അങ്ങനെ ബാക്കിയുള്ള എല്ലാം കൂട്ടിയിടിച്ച് മൊത്തം യൂണിവേഴ്സ് നശിക്കും. അങ്ങനെയാണ്. അങ്ങനെ ഈ എർത്ത് ഇല്ലാതായി കഴിഞ്ഞാൽ ആ കോലീഷൻ തടയാൻ വേണ്ടി പറ്റും. അങ്ങനെ ആ ഒരു യൂണിവേഴ്സ് തന്നെ അവർ നശിപ്പിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ ആ ചാൾസ് ക്സേവിയറിൻ്റെ മുഖത്ത് തന്നെ ആ ഒരു ഞെട്ടലുള്ളത്. കാരണം അവരുടെ യൂണിവേഴ്സ് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രില്യൺസ് ഓഫ് ജീവനാണല്ലോ അവർ ഇല്ലാതാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഇതേ ഒരു സംഭവം ഇങ്ങനെ തന്നെയാണ് മാർവലിൻ്റെ കോമിക്സ്, അതായത് സീക്രട്ട് വാർ കോമിക്സിൽ നടക്കുന്നത്. അതിലും ഇങ്ങനെ യൂണിവേഴ്സുകൾ കൂട്ടിയിടിക്കാൻ വേണ്ടി വരുമ്പോൾ അൾട്ടിമേറ്റ് യൂണിവേഴ്സും നമ്മുടെ എർത്ത് 616ഉം തമ്മിലുള്ള ആ കോലീഷൻ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അൾട്ടിമേറ്റ് യൂണിവേഴ്സ് അവരുടെ എല്ലാ വെപ്പൺസും ഒക്കെ ആയിട്ട് നമ്മുടെ എർത്ത് 616നെ നശിപ്പിക്കാൻ വേണ്ടി വരും. അങ്ങനെ ഇത് കണ്ടിട്ട് നമ്മുടെ ഹീറോസ് എന്തായാലും വെറുതെ ഇരിക്കില്ലല്ലോ. അങ്ങനെ അവരും ആ യൂണിവേഴ്സ്, അതായത് ആ ഓപ്പോസിറ്റ് വരുന്ന അൾട്ടിമേറ്റ് യൂണിവേഴ്സ് നശിപ്പിക്കാൻ വേണ്ടി പോകും. അങ്ങനെയാണ് സീക്രട്ട് വാർസിൽ ആ ഒരു സെയിം സംഭവം തന്നെയായിരിക്കും ഇതിൽ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആ ഒരു ടൈമിലായിരിക്കും നമ്മുടെ ഡോക്ടർ ഡൂമിൻ്റെ ഇൻട്രോ, അതായത് പുള്ളിനെ കാണിക്കുന്നത്. ആക്ച്വലി ഈ ഡോക്ടർ ഡൂം എന്ന് പറയുന്നത് നമ്മുടെ അയൺമാൻ തന്നെയാണ്. അതായത് രണ്ടും വേറെ തന്നെ ക്യാരക്ടേഴ്സാണ്. ഒന്ന് വിക്ടർ വോങ് ഡൂമും നമ്മുടെ ടോണി സ്റ്റാർക്കും. പക്ഷേ ഈ കോമിക്കോണിൽ ഈ വിക്ടർ വോങ് ഡൂമായിട്ട് നമ്മുടെ ടോണി സ്റ്റാർ, അതായത് നമ്മുടെ RDJ അനൗൺസ് ചെയ്യുന്ന ടൈമിൽ RDJ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് സെയിം ടാസ്ക് ന്യൂ മാസ്ക് എന്ന് പറഞ്ഞിട്ട്.
ആദ്യം നമ്മുടെ ടോണി സ്റ്റാർക്ക് ആയിട്ടുണ്ടായിരുന്നപ്പോൾ ആർ ഡി ജെയുടെ ടോണി സ്റ്റാർക്കിൻ്റെ മെയിൻ ആയിട്ടുള്ള ഗോൾ എന്തായിരുന്നു? മൊത്തം യൂണിവേഴ്സിനെ സേഫ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു സൂട്ട് ഓഫ് ആർമേഴ്സ് മൊത്തം യൂണിവേഴ്സ്, അതായത് യൂണിവേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുക, അതായിരുന്നു പുള്ളിയുടെ രീതി. അങ്ങനെ അത് തെറ്റായി കഴിഞ്ഞാൽ എന്തൊക്കെ നടക്കുന്നു നമ്മുടെ ആ വാട്ടിഫിൽ തന്നെ കണ്ടിട്ടുള്ളതാണ്. അതായത് ഏജ് ഓഫ് അൾട്രോൺ ജയിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നുള്ളതൊക്കെ മൊത്തം യൂണിവേഴ്സ് തന്നെ നശിച്ചു പോകും. അതേപോലെ തന്നെയാണ് ഇതിൽ ചിലപ്പോൾ ഈ ഒരു യൂണിവേഴ്സിൻ്റെ ടോണി സ്റ്റാർക്ക് ആയിട്ടുള്ളത് നമ്മുടെ ഈ വിക്ടർ വോൺ ഡൂം ആയിരിക്കും. കാരണം പുള്ളി അതേപോലെ തന്നെ ഒരു കാശുകാരനാണ്. പിന്നെ പലർക്കും ഡൗട്ട് ഉണ്ടാവും, അതായത് ഫസ്റ്റ് ഫാന്റാസ്റ്റിക് ഫോർ പടത്തിൽ ആ ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ കൂടത്തിൽ തന്നെ സ്പേസിൽ പോയതുകൊണ്ടല്ലേ നമ്മുടെ വിക്ടർ വോൺ ഡൂമിനും ഈ പവേഴ്സ് കിട്ടുന്നത്. സോ തോറിനൊക്കെ അങ്ങനെ തടഞ്ഞു നിർത്താൻ മാത്രം പുള്ളി അത്രയും പവർഫുൾ ആണെന്ന്. ആക്ച്വലി പുള്ളിയുടെ പവേഴ്സ് അതൊന്നും മാത്രമല്ല, ആക്ച്വലി പുള്ളി ഒരു സോസറാണ്. അതായത് നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ചിനെ പോലെയൊക്കെ ഒരു മജീഷ്യനാണ് പുള്ളി. അതിൻ്റെ കൂടെ ടെക്കും പോരെ, പുള്ളിക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ വെറും ടെക്നോളജി വെച്ചിട്ട് മാത്രം 31st സെഞ്ച്വറിയിലുള്ള നമ്മുടെ കാങ് ദ കോൺക്രർ മൊത്തം മൾട്ടിവേഴ്സിനെ തന്നെ കൺട്രോൾ ചെയ്തെന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. ഇവിടെ ഒരാൾക്ക് ടെക്കും ഉണ്ട്, മാജിക്കും അറിയാം. അപ്പോൾ പിന്നെ എന്തായിരിക്കും അവസ്ഥ? കാരണം ഈ വരാൻ പോകുന്ന സംഭവങ്ങളൊന്നും തടുക്കാൻ പറ്റില്ല എന്ന് നമ്മുടെ ഡോക്ടർ ഡൂമിനും അറിയാം. കാരണം ഈ കോമിക്സിലും അതേപോലെ തന്നെയാണ്. കോമിക്സിലും നമ്മുടെ ഡോക്ടർ ഡൂം ഈ ഇൻകേഷൻസിനൊക്കെ തടഞ്ഞിട്ട്, ഈ ബിയോണ്ടേഴ്സിൻ്റെ കയ്യിൽ നിന്ന് മൊത്തം ഇൻകേഷൻസൊക്കെ തടഞ്ഞിട്ട് യൂണിവേഴ്സുകളൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഡോക്ടർ ഡൂം ആദ്യം ഇറങ്ങിത്തിരിക്കുന്നത്. പക്ഷേ ഒരു ഘട്ടം കഴിയുമ്പോൾ പുള്ളിക്ക് മനസ്സിലാവും ഇതിനൊന്നും തടുക്കാൻ പറ്റില്ല. അങ്ങനെയാണ് പുള്ളി ഈ നശിച്ചു പോയിട്ടുള്ള യൂണിവേഴ്സുകളിൽ നിന്നൊക്കെ പുള്ളിയുടെ ആ ബിയോണ്ടേഴ്സിൻ്റെ അബ്സോർവ് ചെയ്തിട്ടുള്ള പവേഴ്സൊക്കെ കൂട്ടിച്ചേർത്തിട്ട് പുള്ളിയുടേതായിട്ടുള്ള ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആ ഒരു സംഭവമായിരിക്കും ഈ ഡോക്ടർ ഡൂം ഇതിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കാരണം നമ്മുടെ ഡോക്ടർ ഡൂമിന് ഓൾമോസ്റ്റ് കൺഫേംഡ് ആയിട്ടുള്ള കാര്യമായിരിക്കും. വരുന്നതിനൊന്നും ചിലപ്പോൾ തടുക്കാൻ വേണ്ടി പറ്റില്ല. സോ പുള്ളിയുടേതായിട്ടുള്ള ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതായത് നമ്മുടെ ഡോക്ടർ ഡൂമിന് ഈ ഇൻകേഷൻസ് നടക്കണം, അതാണ് പുള്ളിക്ക് വേണ്ടത്. അതായത് അവഞ്ചേഴ്സും നമ്മുടെ ഈ ഹീറോസൊക്കെ 2 ത്രെറ്റ്സിനെയാണ് ഇപ്പോൾ നേരിടാൻ വേണ്ടി പോകുന്നത്. ഒന്ന്, ഈ ഇൻകേഷൻസൊക്കെ എങ്ങനെയെങ്കിലും തടയണം, അതേസമയം നമ്മുടെ ഡോക്ടർ ഡൂമിനെയും തടയണം. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ന്യൂ അവഞ്ചേഴ്സിൻ്റെ ടവർ കാണിക്കുമ്പോൾ അവിടെ 2 ടീംസിനെ കാണിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ സാം വിൽസൻ്റെ തലമേലാണ് ഇപ്പോൾ ഒറിജിനൽ അവഞ്ചേഴ്സ് ടീം ഉള്ളത്. അതേപോലെ തന്നെ ഇപ്പോൾ ന്യൂ അവഞ്ചേഴ്സായിട്ട് നമ്മുടെ തണ്ടർബോൾട്സ് മാറിക്കഴിഞ്ഞു. അത് മാത്രമല്ല, അവരുടെ ഇടയിൽ ഈ കോപ്പിറൈറ്റിന് ഒരു പ്രശ്നം പോകുന്നുണ്ടെന്ന് തണ്ടർബോൾട്സിൻ്റെ ആ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ തന്നെ പറഞ്ഞിട്ടും ഉണ്ടാവും. ആ ട്രെയിലറിൽ തന്നെ നമ്മുടെ തോർ ഒരു കാര്യം പറയുന്നുണ്ട്, അതായത് വലിയ പ്രശ്നമാണ് വന്നുകൊണ്ടിരിക്കുന്നത്, സോ നിങ്ങളുടെ ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മാറ്റി വെക്കണം എന്ന് പറഞ്ഞിട്ട്. സോ ഈ ഒരു കാര്യം പറഞ്ഞിട്ടൊക്കെ അവിടെ തർക്കം നടക്കുന്നുണ്ടാവും. അതിന് ശേഷമാണ് നമ്മുടെ ആ തോറും നമ്മുടെ ഫാന്റാസ്റ്റിക് ഫോർ മെമ്പേഴ്സൊക്കെ ആ സംഭവം തുറന്നിട്ട് അങ്ങോട്ട് വരുന്നത്. പക്ഷെ അവിടെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. അതായത് ആ തണ്ടർബോൾട്സിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ തന്നെ നമ്മുടെ ആ ഫാന്റാസ്റ്റിക് ഫോർ ആ എർത്ത് 616 എൻ്റർ ആവുന്നതിന് മുമ്പേ തന്നെ അവരൊരു കാര്യം പറയുന്നുണ്ട്. അതായത് ഇതിന് മുമ്പും സ്പേസിൽ ഇങ്ങനെ എന്തോ ഒരു വലിയ സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരുടെ അടുത്ത്, ഈ ന്യൂ അവഞ്ചേഴ്സിൻ്റെ അടുത്ത് ആരും അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്ന്. അതായത് ആ സ്പേസിൽ നടന്ന ആ കാര്യത്തിനെക്കുറിച്ച് അവർക്കൊന്നും അറിവുണ്ടായിരുന്നില്ല. ചിലപ്പോൾ അത് ഈ ഇൻകേഷനെ കുറിച്ചുള്ള എന്തെങ്കിലും ഒരു ട്രിഗർ പോയിൻ്റ് ആയിരിക്കാം. അത് ചിലപ്പോൾ ഇവർക്ക് അറിയാത്തതായിരിക്കാം. പിന്നെ അതിനുശേഷമാണ് ബാക്കിയുള്ള എല്ലാ നമ്മുടെ ആ ഹീറോസൊക്കെ അവിടെ നിരന്ന് നിൽക്കുമ്പോൾ നമ്മുടെ തോർ ഒരു സ്പീച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ സ്പീച്ച് കൊടുക്കുന്നതിൻ്റെ ടൈമിൽ ബാക്കിലൊരു സ്ക്രീൻ കാണാൻ വേണ്ടി പറ്റും. അങ്ങനെ ആ സ്ക്രീനിൽ 3 എർത്തുകൾ ഇൻ്റർ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന പോലെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ആക്ച്വലി അത് ഇൻകേഷൻ നടക്കാൻ വേണ്ടി പോകുന്ന മെയിൻ ആയിട്ടുള്ള 3 യൂണിവേഴ്സുകളായിരിക്കും. ആ 3 യൂണിവേഴ്സുകളെയാണ് അവിടെ ചിലപ്പോൾ ആ 3 എർത്തുകളായിട്ട് കാണിച്ചിട്ടുള്ളത്. ഇനിയാണ് നമ്മുടെ മെയിൻ സംഭവങ്ങൾ തന്നെ തുടങ്ങാൻ വേണ്ടി പോകുന്നത്. അതായത് ഈ പ്ലോട്ട് തിയറീസും എല്ലാ കാര്യങ്ങളൊക്കെ ഇതിലേക്ക് വരാൻ വേണ്ടി പോകുന്നത്. അതായത് ഈ മൾട്ടിവേഴ്സിൽ ഒരുപാട് യൂണിവേഴ്സുകളൊക്കെ ഉണ്ടെങ്കിലും മെയിനായിട്ടും ഇതിൽ 1, 2, 3 യൂണിവേഴ്സുകളെ മാത്രമേ മെയിനായിട്ട് കാണിക്കാൻ വേണ്ടി പോകുന്നുള്ളൂ. അതിൽ 3 മെയിനാണ്. അതായത് ഒന്ന് നമ്മുടെ ആ ഫാന്റാസ്റ്റിക് ഫോർ വരുന്ന ആ യൂണിവേഴ്സും, പിന്നെ നമ്മുടെ മെയിൻ കണ്ടിന്യൂറ്റി ആയിട്ടുള്ള എർത്ത് 616ഉം, പിന്നെ ആ എക്സ്മെൻസ് ഉള്ള ആ യൂണിവേഴ്സും, പിന്നെ ഓൾറെഡി തുടക്കത്തിൽ കാണിക്കാൻ വേണ്ടി പോകുന്ന നമ്മുടെ ടോബി മിഗറിൻ്റെ ആ ഒരു യൂണിവേഴ്സും. ആ ഒരു യൂണിവേഴ്സ് എന്തായാലും നശിപ്പിക്കപ്പെട്ടല്ലോ. ഇനിയാണ് അടുത്ത കാര്യം വരുന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ എർത്ത് 616ലാണെങ്കിൽ ഇൻകേഷനൊക്കെ നടക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുണ്ടെന്ന് വെക്കാം. പക്ഷേ ആ എക്സ്മെൻസിൻ്റെ യൂണിവേഴ്സിലും നമ്മുടെ ഈ ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ യൂണിവേഴ്സിലൊക്കെ എന്തുകൊണ്ട് ഇൻകേഷൻ നടക്കുന്നു, എന്തുകൊണ്ട് അവരങ്ങനെ കൊളൈഡ് ആവാൻ വേണ്ടിയിട്ട് അവിടെ അങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? പറഞ്ഞുതരാം. ഇതിൻ്റെ ട്രെയിലറിൽ തന്നെ നമ്മൾ ടിവിയുടെ ഒരു കാർഡും പിടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ലോക്കിനെ കണ്ടിട്ടുണ്ടാവും. ആക്ച്വലി ഇതിൻ്റെ പ്ലോട്ടിലേക്ക് പ്രകാരം നമ്മുടെ എൻ ഗെയിമിന് ശേഷം, അതായത് അവഞ്ചേഴ്സ് എൻ ഗെയിമിന് ശേഷം നമ്മുടെ സ്റ്റീവ് റോജേഴ്സ് ആ സ്റ്റോൺസൊക്കെ തിരിച്ചു വെക്കാൻ വേണ്ടിയിട്ട് പുള്ളിയുടെ പാസ്റ്റിലേക്ക് പോയിട്ടുണ്ടാവും. അങ്ങനെ പാസ്റ്റിലേക്ക് പോയ ടൈമിൽ പുള്ളി ആ സ്റ്റോൺസൊക്കെ തിരിച്ചു വെച്ചതിന് ശേഷം പുള്ളിയുടെ ആ ലൈഫ് ജീവിച്ച് തീർക്കാൻ വേണ്ടിയിട്ട് പുള്ളി എന്താക്കി, പുള്ളിയുടെ പെഗ്ഗിയുടെ കൂടെ പോയി ജീവിക്കാൻ തുടങ്ങും. അങ്ങനെ പുള്ളിയുടെ ആ ലൈഫൊക്കെ ജീവിച്ച് തീർത്തതിന് ശേഷമായിരിക്കും പുള്ളി വയസ്സായിട്ട് എൻ ഗെയിമിൻ്റെ അവസാനം നമ്മുടെ സാം വിൽസനെ പോയി കണ്ടിട്ട് പുള്ളിക്ക് ആ ചട്ടിയൊക്കെ കൊടുക്കുന്നത്. പക്ഷെ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയുടെ ആ ഒരു എൻഡിങ് ആണ് ഈ ഒരു പ്ലോട്ടിലേക്ക് സത്യമാണെങ്കിൽ മാറാൻ വേണ്ടി പോകുന്നത്.
അതായത് ഇപ്പോൾ ആ എക്സ്മെൻസിൻ്റെ യൂണിവേഴ്സിൽ ഒരു പക്ഷേ ഇൻകേഴ്സനൊക്കെ നടക്കാൻ വേണ്ടി കാരണം ഓൾറെഡി ആ ഫോക്സ് യൂണിവേഴ്സിൽ തന്നെ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും അവർ ടൈം ലൈനൊക്കെ ചേഞ്ച് ചെയ്തിട്ടുള്ള കാര്യം. അതായത് നമ്മൾ വൂൾവറിൻ പാസ്റ്റിലേക്കൊക്കെ പോയിട്ട് ട്രാവൽ ചെയ്തിട്ട് അവരുടെ ടൈം ലൈൻ തന്നെ മാറ്റിയിട്ടുള്ള കാരണം കൊണ്ട് ചിലപ്പോൾ അവിടെ ഒരു ഇൻകേഴ്സൺ ട്രിഗർ ആയിട്ടുണ്ടാവുക. അതുകൊണ്ടായിരിക്കും അവരുടെ യൂണിവേഴ്സുകൾ വേറെ യൂണിവേഴ്സുകളായിട്ട് കൊളൈഡ് ആവാൻ, അതായത് ഇൻകേഴ്സൺ നടക്കാൻ വേണ്ടി പോകുന്നത്. അതായത് മൊത്തം അവരുടെ ടൈം ലൈൻ തന്നെ അവർ മാറ്റിയിട്ടുണ്ടാവും. അതേപോലെ ഒരു സംഭവമായിരിക്കും നമ്മുടെ എർത്ത് 616 നടന്നിട്ടുണ്ടാവുക. അതായത് നമ്മുടെ നടക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക പോയി പുള്ളിയുടെ പാസ്റ്റിൽ നിൽക്കുന്നത്. അങ്ങനെ പുള്ളിനെ പോയി കണ്ടിട്ട് നമ്മുടെ ലോക്കി പറയുന്നുണ്ടാവും, അതായത് പുള്ളി ഈ പാസ്റ്റിൽ പോയി നിൽക്കുന്ന കാരണം ഒരു ഇൻകേഴ്സനോ അല്ലെങ്കിൽ സേക്രഡ് ടൈം ലൈൻ തന്നെ പ്രശ്നമാവെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലോക്കി പുള്ളി, അതായത് ആർക്കും ഒരു പ്രശ്നമില്ലാത്ത പോലെ പുള്ളീനെയും പുള്ളിയുടെ ഫാമിലി പെഗീനെയും ചേർത്തിട്ട് വേറൊരു യൂണിവേഴ്സിൽ കൊണ്ടുവിടുകയാണ്. കാരണം ആ ഒരു യൂണിവേഴ്സിൽ നമ്മുടെ സ്റ്റീവ് റോജേഴ്സ് ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് എക്സിസ്റ്റേ ചെയ്യുന്നില്ല. സോ അങ്ങനെ അവിടെ ഒരു ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള ടൈം ലൈൻ ക്രിയേറ്റ് ആവാൻ ചാൻസ് ഇല്ല. അങ്ങനെ അവരവിടെ കൊണ്ടുവിട്ടതുകൊണ്ട് അവർക്ക് സുഖമായിട്ട് ജീവിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ ലോക്കിക്ക് അങ്ങനെയാണ് ഇതിൽ എൻട്രി വരുന്നത്. അങ്ങനെയാണ് നമ്മുടെ സ്റ്റീവ് റോജേഴ്സ് വേറൊരു യൂണിവേഴ്സിൽ എത്തിപ്പെടുന്നത്. അങ്ങനെ പുള്ളി എത്തിപ്പെടുന്ന യൂണിവേഴ്സ് ഏതാണെന്നല്ലേ, വേറെ ഒന്നല്ല, ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ യൂണിവേഴ്സ്. പക്ഷേ അങ്ങനെ നമ്മുടെ സ്റ്റീവ് റോജേഴ്സ് അവിടെ എത്തിയെങ്കിലും പക്ഷേ എന്തെങ്കിലുമൊക്കെ ചില കാരണങ്ങൾ മൂലം ഈ ടൈം ലൈൻ തന്നെ എന്തെങ്കിലുമൊക്കെ ബ്രാഞ്ചായിട്ട് അതൊരു ഇൻകേഴ്സൺ ട്രിഗർ ചെയ്തിട്ടുണ്ടാവാം. കാരണം വേറൊരു യൂണിവേഴ്സിലുള്ള ഒരാൾ ഈ ഒരു വേറൊരു യൂണിവേഴ്സിൽ പോയി നിൽക്കുമ്പോൾ ആ ഇൻകേഴ്സൺ ട്രിഗർ ആവുന്നത് നമ്മുടെ സ്മാർട്ടസ്റ്റ് പൊട്ടൻ ഓൾറെഡി മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിൽ പറഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മുടെ ലോക്കി തന്നെ അങ്ങനെ അവിടെ ഒരു അതിന് ചാൻസ് ഇല്ലെന്ന് പറഞ്ഞിട്ട് കൊണ്ട് വിട്ടിട്ടുണ്ടെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ രീതിക്ക് അതൊരു ട്രിഗർ ആയിട്ടുണ്ടാവാം. അങ്ങനെ ആ പുള്ളി ആ യൂണിവേഴ്സിൽ വന്ന് നിന്നത് കാരണമാണ് ഈ ഡോക്ടർ ഡൂമിൻ്റെ ഫാമിലിയൊക്കെ നശിക്കപ്പെട്ടതെന്നുള്ളൊക്കെ രീതിക്ക് പുള്ളി അങ്ങനെയാണ് വില്ലനായി മാറുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരു തിയറി ഉണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. അങ്ങനെയായിരിക്കും പുള്ളിക്ക്, അതായത് നമ്മുടെ ഈ ഫാന്റാസ്റ്റിക് ഫോർ മൊത്തം സ്കാൻ ചെയ്യുമ്പോഴായിരിക്കും ഒരു അനോമലി ഉണ്ടെന്ന് അവർ കണ്ടുപിടിക്കുന്നത്. അത് നമ്മുടെ സ്റ്റീവ് റോജേഴ്സ് ആണെന്ന് കണ്ടുപിടിക്കുന്നത്. അങ്ങനെയായിരിക്കും ആ ഫാന്റാസ്റ്റിക് ഫോർ അവരുടെ യൂണിവേഴ്സിൽ പോയിട്ട് നമ്മുടെ സ്റ്റീവ് റോജേഴ്സിനെ മീറ്റ് ചെയ്യുന്നതും. അങ്ങനെ ഇവരെല്ലാവരും കൂടി, അതായത് നമ്മുടെ സ്റ്റീവ് റോജേഴ്സും ഫാന്റാസ്റ്റിക് ഫോറും ചേർന്നിട്ട് പുള്ളി കാരണം ക്രിയേറ്റ് ആയിട്ടുള്ള ഈ മെസ്സ്, അതായത് ഈ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ യൂണിവേഴ്സിലേക്ക്, അതായത് എർത്ത് 616 വരുന്നത്. അങ്ങനെ ആയിരിക്കും അവർ നമ്മുടെ എർത്ത് 616 വരുന്നതൊക്കെ. പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അത് ഈ ട്രെയിലറിൽ നമ്മുടെ സെൻട്രീനെ ഒന്നും കണ്ടിട്ടില്ലെന്ന്. ആക്ച്വലി സെൻട്രി അതിലുണ്ട്, നിങ്ങൾ കാണാത്തതാണ്. അതായത് നമ്മുടെ ആ എല്ലാ അവഞ്ചേഴ്സും ഒക്കെ അവിടെ നിരന്ന് നിൽക്കുന്ന ടൈമിൽ ഒരാൾ ചാരി ആ കസേരയിൽ ഇരിക്കുന്നുണ്ട്. വേറെ ആരും നമ്മുടെ ബോബാണ്. പുള്ളി ഇപ്പോൾ സെൻട്രി ഫോമിലല്ല, ബോബിൻ്റെ ഫോമിലാണുള്ളത്. പിന്നെ ഒരുപാട് ഇൻസൈഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് റിപ്പോർട്ട്സ് ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ സെൻട്രി സിംഗിൾ ഹാൻഡഡ്ലി ഒരു ഇൻകേഴ്സൺ തടയുമെന്ന്. ചിലപ്പോൾ ഒരു പക്ഷേ നമ്മുടെ സെൻട്രി ചിലപ്പോൾ പുള്ളിയുടെ ബെയർ ഹാൻഡ്സ് വെച്ചിട്ട് 2 എർത്തുകളെ തമ്മിൽ തള്ളി മാറ്റുന്നതായിരിക്കാം. അത്രയ്ക്കും പവർഫുൾ ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. ചിലപ്പോൾ അതെങ്ങനെയാണ് ഈ പുള്ളി ആ ഇൻകേഴ്സനെ തടയാൻ വേണ്ടി പോകുന്നതെന്ന് നമുക്ക് ആ പടം കണ്ടു കഴിഞ്ഞാലേ അറിയാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ ഇതുവരെ വന്നിട്ടുള്ള ഇൻസൈഡേഴ്സ് റിപ്പോർട്ട്സും ഈ പ്ലോട്ട് ലീക്കൊക്കെ വെച്ച് ചിലപ്പോൾ ഇതൊക്കെ നടക്കൂല, ഞാൻ വെറുതെ തള്ളിവിടുന്നതെന്ന് നിങ്ങൾക്ക് തോന്നാം. പക്ഷേ ഇതിന് മുമ്പുള്ള നമ്മുടെ വീഡിയോസൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണോ പറയുന്നത് അതൊക്കെ തന്നെയാണ് വരുന്നത്. അങ്ങനെ അടുത്ത ചോദ്യം, അതായത് എന്തുകൊണ്ടാണ് ഇവർ നമ്മുടെ എക്സ്മെൻ യൂണിവേഴ്സിലേക്ക് പോകുന്നത്? ഒരു പക്ഷേ ഇവരതിനെ തടയാൻ വേണ്ടിയിട്ടുള്ള, അതായത് ഇൻകേഴ്സിനെ തടയാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു വെപ്പനോ സംഭവങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. അങ്ങനെ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ നമ്മുടെ ആ എക്സ്മെൻസിൻ്റെ യൂണിവേഴ്സിലേക്ക് പോകുന്നത് നമ്മുടെ ഹീറോസ്. പക്ഷേ അങ്ങനെ അവർ തമ്മിൽ അവിടെ ഫൈറ്റ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സ്മെൻസ് എന്തായാലും അവരുടെ യൂണിവേഴ്സും വേറെ യൂണിവേഴ്സിലും ഇൻകേഴ്സൺ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഓപ്പോസിറ്റുള്ള യൂണിവേഴ്സുകളൊക്കെ ഓൾറെഡി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ ഒരു ടൈമിൽ വേറെ യൂണിവേഴ്സിൽ നിന്നുള്ള ഹീറോസ് അതായത് അവരുടെ യൂണിവേഴ്സിലേക്ക് വരുമ്പോൾ അവരെന്താണോ ബാക്കിയുള്ള യൂണിവേഴ്സുകൾക്ക് ചെയ്തത് അത് തന്നെ അവരുടെ യൂണിവേഴ്സിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ വന്നതെന്നുള്ള രീതിക്കായിരിക്കും അവർ തമ്മിലുള്ള ആ എക്സ്മെൻ വേഴ്സസ് അവഞ്ചേഴ്സ് എന്നുള്ള ഫൈറ്റ് അവിടെ നടക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ നമ്മുടെ മാർവൽ ഈ ട്രെയിലർ വെച്ചിട്ട് എപ്പോഴും കളിക്കുന്ന ചില പരിപാടിയുണ്ട്. അതായത് ട്രെയിലറിലൊന്നും കാണിക്കും, പടത്തിൽ അതുണ്ടാവില്ല. പടത്തിലൊന്നും ഉണ്ടാവും, പക്ഷേ അത് ട്രെയിലറിലുണ്ടാവില്ല. അങ്ങനെ ഒരു സംഭവം വെച്ച് നോക്കുമ്പോൾ ഈ ഒരു സീനിൽ ഇവിടെ നമ്മുടെ സ്റ്റീവ് റോജേഴ്സ് ഉണ്ടാവണം. കാരണം ഓൾറെഡി ഈ അതായത് നമ്മുടെ ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ ആ ഷിപ്പ് എർത്ത് 616 എൻ്റർ ആവുന്നത് നമ്മൾ ഓൾറെഡി തണ്ടർബോൾട്സിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ തന്നെ കണ്ടു കഴിഞ്ഞു. അതിനുശേഷമാണ് ഈ ഫാന്റാസ്റ്റിക് ഫോർ നമ്മുടെ തോറിൻ്റെ കൂടെയൊക്കെ ചേർന്നിട്ട് ഇങ്ങോട്ട് വരുന്നത്. അങ്ങനെ അവർ വരുന്നുണ്ടെങ്കിൽ ആ യൂണിവേഴ്സിൽ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു നമ്മുടെ സ്റ്റീവ് റോജേഴ്സ്. സോ അവരുടെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ സ്റ്റീവ് റോജേഴ്സ് ഉണ്ടായിട്ടുണ്ടാവണം. അങ്ങനെ ഇവരെ ചിലപ്പോൾ നമ്മൾ ആ ഷിപ്പിൻ്റെ അകത്തുനിന്നായിരിക്കും നമ്മുടെ തോർ ആ സ്റ്റീവ് റോജേഴ്സിനെ കാണുന്നത്. ചിലപ്പോൾ അവിടെ തന്നെ പുള്ളി നിൽക്കുന്നുണ്ടാവും, ചിലപ്പോൾ ആ മാറ്റിയതായിരിക്കും ട്രെയിലറിൽ. അതിനുശേഷം നമ്മുടെ തോർ ഡയറക്റ്റായിട്ട് ഡോക്ടർ ഡൂമിൻ്റെ നേരെ നിൽക്കുന്ന പോലെ ഒരു ഷോട്ടുണ്ട്. ആക്ച്വലി ആ സ്ഥലം മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞ് നിൽക്കുകയാണ്. ആ തൊട്ടപ്പുറത്ത് തന്നെ സെന്റിനൽ റോബോട്ട്സിനൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതായത് ഇതിന് മുമ്പ് ഒരുപാട് ലീക്സ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ഈ അവഞ്ചേഴ്സ് ആ സെന്റിനൽ റോബോട്ട്സിനെ ഫൈറ്റ് ചെയ്യുന്ന പോലെയും, അതായത് നമ്മുടെ ഡോക്ടർ ഡൂം തന്നെ പുള്ളിയുടെ കൺട്രോൾ എടുത്തിട്ട് ആ സെന്റിനൽ റോബോട്ട്സിനെ കൺട്രോൾ എടുക്കുന്ന പോലെ, അങ്ങനെ അതുമായിട്ട് നമ്മുടെ ഈ അവഞ്ചേഴ്സും നമ്മുടെ സ്റ്റീവ് റോജേഴ്സും എല്ലാവരും ഫൈറ്റ് ചെയ്യുന്ന പോലെയൊക്കെ.
അങ്ങനെ ആ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ സെയിം സ്പോട്ടിൽ തന്നെയാണ് നമ്മുടെ തോർ ഈ ഡോക്ടർ ഡൂമിന് നേരെ നിൽക്കുന്നത്. കാരണം ആ സെന്റിനൽ റോബോട്ട്സിനൊക്കെ നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. അതായത് ആ എക്സ്മെൻ യൂണിവേഴ്സിലാണ് ഈ ഒരു ഫൈറ്റ് നടക്കുന്നത്. അങ്ങനെ തോറാണെങ്കിൽ പുള്ളിയുടെ സകല പവേഴ്സിൽ നമ്മുടെ ആ താനോസിൻ്റെ ഒക്കെ അറ്റാക്ക് ചെയ്ത പോലെ പുള്ളിയുടെ ആ സകല പവേഴ്സുമായിട്ട് സ്ട്രോം ബ്രേക്കർ വെച്ചിട്ട് നമ്മുടെ ഡൂമിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരികയാണ്. പക്ഷേ ഇപ്രാവശ്യം പുള്ളി തലയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ് വരുന്നത്. പക്ഷേ ഇപ്രാവശ്യം തലയ്ക്ക് വേണ്ടി വന്നപ്പോൾ ആൾ കുറച്ച് പവർ കൂടിപ്പോയി. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡോക്ടർ ഡൂം വെറും 2 വിരലിലാണ് പുള്ളിനെ തടുത്ത് നിർത്തുന്നത്. 2 വിരലിൽ. സോ അതെന്തുകൊണ്ടാണെന്നൊക്കെ ഉള്ള നമുക്ക് അടുത്ത് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം. ഇപ്പോൾ ബാക്കിയുള്ള സംഭവങ്ങൾ നമുക്ക് നോക്കാം. അതിനുശേഷം നമ്മുടെ ബ്ലാക്ക് പാന്തറിനെയാണ് കാണിക്കുന്നത്. അതായത് നമ്മുടെ ഷൂറി ഇപ്പോൾ കറണ്ട് ആയിട്ടുള്ളത്. അങ്ങനെ ഷൂറിയും ഇപ്പോൾ വക്കാൻഡയുടെ കിങ് ആയിട്ടുള്ള കിങ് എംബാക്കുവിനെയും അങ്ങനെ ഇവരെല്ലാവരും ചേർന്നിട്ട് ഒരാളെ മീറ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. വേറെ ആരുമല്ല, നമ്മുടെ നെമോറിനെ. ഇതിൽ അവർ മീറ്റ് ചെയ്യുന്ന ആ സംഭവം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ചിലപ്പോൾ ഇവർക്ക് വരാൻ വേണ്ടിയിട്ട് ആ ഓഷൻ്റെ ഒരു ഭാഗം തന്നെ നമ്മുടെ നെമോർ അവിടെ ക്ലിയർ ചെയ്തതായിരിക്കണം ഇവർക്ക് വരാൻ വേണ്ടിയിട്ട്. അവിടെ നമ്മുടെ കിങ് എംബാപ്പു, നമ്മുടെ ബ്ലാക്ക് പാന്തർ മാത്രമല്ല ബാക്കിയുള്ള ന്യൂ അവഞ്ചേഴ്സിലെ മെമ്പേഴ്സും പിന്നെ നമ്മുടെ ഫാന്റാസ്റ്റിക് ഫോറിലെ മെമ്പേഴ്സും ഒക്കെ അവിടെ നിൽക്കുന്ന നമുക്ക് കാണാൻ വേണ്ടി പറ്റും. സോ ആ ഒരു കാര്യം കൊണ്ടായിരിക്കും ആ കടലിൻ്റെ നടുവിൽ അങ്ങനൊരു സ്ഥലം ക്രിയേറ്റ് ആയിട്ടുള്ള പോലെ അവിടെ കാണിച്ചിരിക്കുന്നത്. മാത്രമല്ല ഈ ഒരു സീനിൽ നമുക്ക് നമ്മുടെ സൂസൻ സ്റ്റോമിനെയും തിങ്ങിനെയും മാത്രമേ കാണാൻ വേണ്ടി പറ്റുള്ളൂ. അതേസമയം ആ ഒരു സംഭവത്തിൽ ചിലപ്പോൾ നമ്മുടെ ജോണി സ്റ്റോമും കൂടി ഉണ്ടാവും. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അവിടെ എന്തായാലും നമ്മുടെ മിസ്റ്റർ ഫാന്റാസ്റ്റിക് ഇല്ല. കാരണം മിസ്റ്റർ ഫാന്റാസ്റ്റിക് വേറൊരു ടീമിൻ്റെ കൂടെ നമ്മുടെ അങ്ങോട്ടേക്ക് പോയിരിക്കുകയാണ്. എങ്ങോട്ട്? എക്സ്മെൻ യൂണിവേഴ്സിലേക്ക്. കാരണം ഓൾറെഡി നമ്മുടെ ഈ അവഞ്ചേഴ്സ് ടീം സ്പ്ലിറ്റ് ആയിട്ടായിരിക്കും ഒരുപാട് പേരെ ഒരുപാട് സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ഈ അലോക്കൻസിനെ കാണാൻ വേണ്ടിയിട്ട് ഇവർ വന്നിട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും റീസൺ ഉണ്ടായിട്ടുണ്ടാവും. അതേസമയം ആ ലീക്ഡ് ആയിട്ടുള്ള, അതായത് നമ്മുടെ ഡൂംസ്ഡേയുടെ ലീക്ക് ആയിട്ടുള്ള ക്ലിപ്പിൽ നമ്മുടെ ആ മിസ്റ്റർ ഫാന്റാസ്റ്റിക്കും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. സോ പുള്ളി അവരുടെ കൂടെ അങ്ങോട്ട് പോയിരിക്കുകയാണ്. മാത്രമല്ല ന്യൂ അവഞ്ചേഴ്സിൽ നമ്മുടെ യെലിന ബലിയും അവരുടെ കൂടെ തന്നെയുള്ളത്. അതിനുശേഷം കാണിക്കുന്നത് അവരുടെ ആ ഫൈറ്റാണ്. അതായത് എക്സ്മെൻ യൂണിവേഴ്സിൽ നടക്കുന്ന അവരുടെ ഫൈറ്റ് നമ്മുടെ അവഞ്ചേഴ്സും തമ്മിലുള്ളത്. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാവും നമ്മുടെ ജോണി സ്റ്റോം എവിടെയെന്ന്. അതിന് ശേഷമുള്ള ഒരു സീനിൽ നമ്മുടെ ജോണി സ്റ്റോം ആരെയോ ഹഗ് ചെയ്യുന്ന പോലെ കാണിച്ചിട്ടുണ്ടാവും. ഒരു പക്ഷേ അത് നമ്മുടെ ഫ്രാങ്ക്ലിൻ റിച്ചർഡ്സ് ആയിരിക്കാം. കാരണം കണ്ടിട്ട് സൂസൻ സ്റ്റോം ആണെന്ന് തോന്നുന്നില്ല. കാരണം ബ്ലോണ്ട് ഹെയർ ആണുള്ളത്. സോ അത് നമ്മുടെ ഫ്രാങ്ക്ലിൻ റിച്ചർഡ്സിനെ ആയിരിക്കാം. ചിലപ്പോൾ പുള്ളി ഫ്രാങ്ക്ലിൻ എവിടെയാണുള്ളത്, നമ്മുടെ ഡോക്ടർ ഡൂം എങ്ങോട്ടാണ് കൊണ്ടുപോയിട്ടുള്ളതെന്നൊക്കെ കണ്ടുപിടിച്ചിട്ട് ചിലപ്പോൾ പുള്ളിനെയും ഇപ്പം നമ്മുടെ ഡോക്ടർ ഡൂമിൻ്റെ കസ്റ്റഡിയിലായിരിക്കും പുള്ളി വെച്ചിട്ടുണ്ടാവും. അങ്ങനെ കണ്ടുപിടിച്ചിട്ട് അവർ ഹഗ് ചെയ്യുന്നൊരു സീനായിരിക്കും ഇത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കാരണം അവരുടെ പുറകിൽ ഒരു വലിയ എക്സ്പ്ലോഷൻ തന്നെ നടക്കുന്നുണ്ട്. ഒരു പക്ഷേ ഇത് നമ്മുടെ പടത്തിൻ്റെ എൻഡോ ആയിരിക്കാം. കാരണം മൊത്തം മൾട്ടിവേഴ്സും നശിക്കുന്ന ഒരു സംഭവത്തിലായിരിക്കും ഈ ഒരു സീൻ നടക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം ഉറപ്പാണ്, കാരണം ഇതിലെന്തായാലും നമ്മുടെ ഡോക്ടർ ഡൂം ജയിക്കുന്നുള്ള കാര്യം. കാരണം അതിന് ശേഷമായിരിക്കും സീക്രട്ട് വാർസ് നടക്കാൻ വേണ്ടി പോകുന്നത്. പുള്ളി എന്തായാലും ബാറ്റിൽ വേൾഡ് ക്രിയേറ്റ് ചെയ്യും. സോ ആ ഒരു മൊത്തം യൂണിവേഴ്സ് നശിക്കുന്നതായിരിക്കും ചിലപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ ചിലപ്പോൾ പുള്ളിയുടെ നെഫ്യൂനെ ഹഗ് ചെയ്യുന്നതായിരിക്കും അത്. അതിനുശേഷം നമ്മുടെ ഷൂറി പുള്ളിയുടെ സൂട്ടപ്പ് ചെയ്യുന്ന പോലെ കാണിച്ചിട്ടുണ്ടാവും. കാരണം എന്തൊക്കെയാണെങ്കിലും അവരവിടെ സംസാരിക്കാൻ വന്നിട്ടുണ്ടെങ്കിലും അവർ തമ്മിൽ ഇപ്പോഴും ഒരു ടെൻഷൻ ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നെമോർ ആണെങ്കിൽ ആ മൊത്തം വക്കാണ്ടനെ അറ്റാക്ക് ചെയ്തിട്ട് നമ്മുടെ ഷൂറിയുടെ അമ്മേനൊക്കെ കൊന്നിട്ടുള്ള ആളാണ്. സോ അങ്ങനെ ഒരു ടെൻഷൻ അവിടെ എന്തായാലും ബിൽഡപ്പ് ആയിട്ടുണ്ട് അവിടെ. അങ്ങനെ അവിടെ ചെന്നിട്ട് ചിലപ്പോൾ നമ്മുടെ ഷൂറിയൊക്കെ എന്തായാലും മര്യാദയ്ക്ക് കൂടെ നിന്നോ അല്ലെങ്കിൽ എല്ലാം ചത്ത് ഭസ്മാവും എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് നെമോറിനെ സംഭവിച്ചിട്ടുണ്ടാവും. അങ്ങനെ അതിനുശേഷമാണ് വീണ്ടും നമ്മുടെ തോറിനെയും ഡോക്ടർ ഡൂമിനെയും കാണിക്കുന്നത്. അതിനുശേഷം വീണ്ടും ആ എക്സ്മെൻസും നമ്മുടെ അവഞ്ചേഴ്സും തമ്മിലുള്ള ആ ഫൈറ്റാണ് കാണിക്കുന്നത്. അത് നമ്മുടെ സൈക്ലോപ്സിനെ കാണിക്കുന്നുണ്ട്. പുള്ളിയുടെ സകല റേഞ്ചിൽ പുള്ളിയുടെ ആ മൊത്തം വിഷനൊക്കെ പുള്ളി തുറന്നു വെച്ചിട്ട് വരുന്നതും. അതേസമയം തന്നെ നമ്മുടെ ഷാങ്ചിയും ഗാംബിറ്റും തമ്മിലുള്ള ഒരു ഫൈറ്റ്. ആക്ച്വലി ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ്റെ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ആ വോയിഡിലുണ്ടായിരുന്ന ആ ഗാംബിറ്റിന് മുമ്പിൽ ഒരു ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ പോലത്തെ ഒരു പോർട്ടൽ ഓപ്പൺ ആവുന്ന കാര്യം. അങ്ങനെ ഒരുപാട് പ്ലോട്ട് ലീക്സും റൂമേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ആ ഗാംബിറ്റ് തന്നെയാണ് ഇതിൽ വരാൻ വേണ്ടി പോകുന്നത്. ആ ഗാംബിറ്റ് തന്നെയാണ് ഇതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അടുത്തൊരു ഡൗട്ട് വരും, ആരാണ് പുള്ളിനെ അങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നതെന്നൊക്കെ. അതൊക്കെ എന്താണെന്ന് പടം കാണുമ്പോൾ അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഇതിൽ നമ്മുടെ ഷാങ്ചി എങ്ങനെ എത്തിപ്പെട്ടെന്ന് കുറച്ച് പേർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാവും. കാരണം ഓൾറെഡി നമ്മുടെ വോങ് ഈ ഷാങ്ചിനെ വിളിച്ചുകൊണ്ടായിട്ടുണ്ടാവും. മാത്രമല്ല പുള്ളിക്ക് നമ്മുടെ ക്യാപ്റ്റൻ മാർവൽ ബ്രൂസ് ബാനറൊക്കെ ആയിട്ട് എന്തായാലും നല്ല കണക്ഷൻ ഉണ്ടാവും. അവഞ്ചേഴ്സിലേക്കും പുള്ളിയുടെ ഒരു ക്ഷണമൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ പുള്ളി വന്നായിരിക്കും ഇത്രയും വലിയ പ്രശ്നമൊക്കെ നടക്കുമ്പോൾ. പിന്നെ ഇതിൽ നമ്മുടെ മിസ്റ്റർ ഫാന്റാസ്റ്റിക് മാത്രം ഒറ്റയ്ക്കല്ല വന്നിട്ടുള്ളത്. കാരണം പുള്ളിയുടെ കൂടെ തന്നെ പുള്ളിയുടെ റോബോട്ടും വന്നിട്ടുണ്ട്. അതായത് ടെർബി. അതായത് നമ്മുടെ ഫാന്റാസ്റ്റിക് മൂവിയിൽ കണ്ടിട്ടുള്ള ആ സെയിം റോബോട്ട് തന്നെ. അതിനുശേഷം നമ്മുടെ ലോക്കിനെ കാണിക്കുന്നുണ്ട്. ലോക്കി ആണെങ്കിൽ പുള്ളിയുടെ കയ്യിൽ ഒരു ടിവിയുടെ കാർഡ് പോലത്തെ ഒരു സാധനം വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലോട്ട് ലീക്ക് പ്രകാരം നമ്മുടെ ലോക്കിയാണ് സ്റ്റീവ് റോജേഴ്സിനെ കൊണ്ടിട്ട് വേറൊരു യൂണിവേഴ്സിൽ കൊണ്ടുവിടുന്നതെന്ന്. അങ്ങനെ ആ സ്റ്റീവ് റോജേഴ്സിന് നമ്മുടെ ലോക്കി ഈ ഒരു കാർഡ് കൊടുക്കുന്നതായിരിക്കാം. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പുള്ളിനെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ആ ഒരു കാർഡായിരിക്കും ചിലപ്പോൾ അത്. അതായത് ഓൾറെഡി നമ്മുടെ ലോക്കി ഇപ്പോൾ മൾട്ടിവേഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു സംഭവം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഡൗട്ട് വരും, അതായത് നമ്മുടെ ലോക്കി ഇപ്പോൾ ആ മൾട്ടിവേഴ്സിനെ പിടിച്ചിട്ട് ആ ത്രോണിൽ ഇരിക്കുകയാണല്ലോ, പുള്ളിക്ക് അങ്ങനെ ഇറങ്ങാൻ പറ്റുമെന്ന്.
ഒരു പക്ഷേ പുള്ളിക്ക് അങ്ങനെ ഇറങ്ങാൻ പറ്റുമായിരിക്കും, കാരണം പുള്ളി ഇറങ്ങിയിട്ടുണ്ടാവും. അതിന് ശേഷമുള്ളൊരു സീനായിരിക്കണം ഈ ഒരു സംഭവം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം അതേ കാർഡ് തന്നെ നമ്മുടെ ലോക്കി തിരിക്കുമ്പോൾ അതിൻ്റെ ബാക്കിൽ ഒരു എഗ്രസിൽ പോലൊരു ട്രീ ഉള്ളത് കാണാൻ വേണ്ടി പറ്റും. കാരണം നമുക്കറിയാവുന്ന കാര്യമാണ്, അതുവരെ ആ ക്യാങ്സൊക്കെ നമ്മുടെ ആ ഹ്യൂമൻസ് കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത് ഒരു സേക്രഡ് ടൈം ലൈൻ പോലത്തെ നേരെ പൊയ്ക്കൊണ്ടിരുന്ന ഒരു ടൈം ലൈനാണ്. പക്ഷേ നമ്മുടെ ലോക്കി കൺട്രോൾ എടുത്തതിന് ശേഷമാണ് അത് ഒരു ട്രീ പോലെയായി മാറിയത്. അതായത് എത്ര ബ്രാഞ്ച് പോരെങ്കിലും ആവാന്നുള്ള രീതിക്കുള്ള ഒരു ട്രീ പോലെയായി മാറിയത്. സോ ആ ഒരു സംഭവമാണ് ആ ഒരു കാർഡിൻ്റെ ബാക്കിൽ കാണിച്ചിട്ടുള്ളത്. സോ നമ്മുടെ ലോക്കി ആ ത്രോണിൽ ഇരുന്നതിന് ശേഷമായിരിക്കാം പുള്ളി നമ്മുടെ ആ ക്യാപ്റ്റൻ അമേരിക്കനെ പോയി മീറ്റ് ചെയ്യുന്നത്. അതിനുശേഷം ആ ഫെൻറ്റാസ്റ്റിക് ഫോറിൻ്റെ ഷിപ്പാണ് കാണിക്കുന്നത്. അങ്ങനെ ആ ഷിപ്പിൽ ഓൾറെഡി നമ്മുടെ തോറുണ്ട്. അങ്ങനെ ആ തോറ് അവിടെ നിന്ന് ഒരു ഹേ പാൽ എന്നുള്ള സൗണ്ട് കേട്ടിട്ട് ഇറ്റ്സ് നോട്ട് പോസിബിൾ എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മുടെ സ്റ്റീവ് റോജേഴ്സിനെ അവിടെ കാണുമ്പോൾ തോറിന് ഡൗട്ട്, അതായത് പുള്ളിക്ക് ഇപ്പോൾ ആരെ വിശ്വസിക്കണം ആരെ നമ്പണ്ടെന്നുള്ള ഒരു രീതിക്കാണ് പുള്ളി ഇപ്പോൾ നിൽക്കുന്നത്. അങ്ങനെ ഒരു 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ പോലെ പുള്ളി അങ്ങ് വെച്ച് നിന്നിട്ടാണ് മിയോണർ. അതായത് നമ്മുടെ സ്റ്റീവ് റോജേഴ്സിന് അത് പൊക്കാൻ പറ്റില്ലോ. അങ്ങനെ അത് പുള്ളി പൊക്കും. അങ്ങനെ പുള്ളി അത് കൺഫേം ചെയ്തു സ്റ്റീവ് റോജേഴ്സ് തന്നെയാണെന്ന്. അങ്ങനെ ഈ ഒരു ഘട്ടത്തിലായിരിക്കും നമ്മുടെ തോറിനല്ല ചിലപ്പോൾ മനസ്സിലാവുന്നത് പുള്ളിയുടെ ബ്രദറായിട്ടുള്ള ലോക്കി ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്നുള്ള കാര്യം. കാരണം അപ്പോഴായിരിക്കും നമ്മുടെ സ്റ്റീവ് റോജേഴ്സ് ലോക്കിനെ മീറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ തോറിനടുത്ത് പറയുന്നതും. അങ്ങനെ ഇവർ ചേർന്നിട്ട് നമ്മുടെ ലോക്കിനെ മീറ്റ് ചെയ്യാൻ പോകുന്ന ഒരു സീനൊക്കെ ഓൾറെഡി ഉണ്ടെന്നാണ് പ്ലോട്ട് ലീഗിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. സോ അങ്ങനെയുള്ള സാധനം നടക്കാൻ വേണ്ടി പോകുന്നോക്കോ. അതായത് ആക്ച്വലി ഇപ്പോൾ ഉള്ള ആ ലോക്കി നമ്മുടെ ഒറിജിനൽ ലോക്കിയുടെ ഒരു വേരിയൻ്റ് ആണ്. കാരണം ലോക്കി ഓൾറെഡി നമ്മുടെ താനോസിൻ്റെ കൈകൊണ്ട് മരിച്ചു. അങ്ങനെ പാസ്റ്റിലുള്ളൊരു ലോക്കിയാണ് ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ആ TVനെ തന്നെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ വേരിയൻറ്റ് ലോക്കിനെ കണ്ടിട്ടുള്ള കാര്യമൊക്കെ നമ്മുടെ തോറിനടുത്ത് പറയുന്നത്. അങ്ങനെ ഇവർ രണ്ടുപേരും ചേർന്നിട്ട് ചിലപ്പോൾ നമ്മുടെ ആ ലോക്കി കൊടുത്തിട്ടുള്ള ആ കാർഡ് വെച്ചിട്ട് നമ്മുടെ സ്റ്റീവ് റോജേഴ്സും തോറും കൂടി ചേർന്നിട്ട് ലോക്കിനെ മീറ്റ് ചെയ്യുന്നുണ്ടാവും ആ TVയിൽ പോയിട്ടോ അല്ലെങ്കിൽ ആ ഒരു ട്രീയുടെ അടുത്ത് പോയിട്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ ലോക്കിനെ മിക്കവാറും ഈ പടത്തിൽ തീർക്കും. കാരണം അതിന് ശേഷമായിരിക്കും സീക്രട്ട് വാർസ് നടക്കാൻ വേണ്ടി പോകുന്നത്. കാരണം ലോക്കിനെ കൊന്ന് ലോക്കിയുടെ ആ പവേഴ്സ് അബ്സോർബ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഡൂം അത്രയ്ക്കും പവർഫുള്ളായി മാറാൻ വേണ്ടി പോകുന്നത്. കാരണം കോമിക്സിൽ അങ്ങനെ തന്നെയാണ്. ബിയോണ്ടേഴ്സിനെ കൊന്ന് ബിയോണ്ടേഴ്സിൻ്റെ പവേഴ്സ് എടുത്തിട്ടാണ് നമ്മുടെ ഡൂം ഗോഡ് എംപറർ ഡൂമായിട്ട് ആ ബാറ്റിൽ വേൾഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ആ ബിയോണ്ടേഴ്സിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ ഇവിടെ ഉള്ളത് നമ്മുടെ ലോക്കിയാണ്. സോ ലോക്കിയുടെ പവേഴ്സ് അബ്സോർബ് ചെയ്തിട്ടായിരിക്കും ഡൂം ആ ബാറ്റിൽ വേൾഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിനുശേഷം സീക്രട്ട് വാർസിൻ്റെ പ്ലോട്ടിലേക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഓൾറെഡി ലീക്ക് ആയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഓൾറെഡി ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ കയറി ആ വീഡിയോ ഉണ്ടാവും. പിന്നെ നമ്മുടെ തോറിനെ എങ്ങനെ അത്രയും സിമ്പിളായിട്ട് നമ്മുടെ ഡൂം സ്റ്റോപ്പ് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഇപ്പോൾ ലോക്കിയുടെ പവേഴ്സ് എന്തായാലും നമ്മുടെ ഡോക്ടർ ഡൂം അബ്സോർബ് ചെയ്യുന്നുള്ളത് ഓൾറെഡി ഉറപ്പാണ്. ഇതിന് മുമ്പും ചിലപ്പോൾ ഇതേപോലെ പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിൻ്റെയൊക്കെ പവേഴ്സ് ചിലപ്പോൾ ഡോക്ടർ ഡൂം ഓൾറെഡി അബ്സോർബ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. മാത്രമല്ല പുള്ളി ഓൾറെഡി തന്നെ ഒരു മജീഷ്യനാണ് നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ചിനെ പോലെ തന്നെ. കാരണം ഹെല്ലിൽ പോയിട്ട് നമ്മുടെ മെഫിസ്റ്റോയുടെ അടുത്ത് തന്നെ ഡീലുണ്ടാക്കിയിട്ട് പുള്ളിയുടെ അമ്മേനെയൊക്കെ മോചിപ്പിച്ചിട്ടുള്ള ഒരു കുരുട്ടാണ് ഈ ഡോക്ടർ ഡൂം. സോ അത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. മാത്രമല്ല ഓൾറെഡി ഫെൻറ്റാസ്റ്റിക് ഫോറിൻ്റെ എൻഡിൽ തന്നെ നമ്മുടെ ഫ്രാങ്ക്ലിൻ റിച്ചർഡ്സിനെ മീറ്റ് ചെയ്യുന്ന പോലെ പുള്ളി കാണിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ ആ ഫ്രാങ്ക്ലിൻ്റെ പവേഴ്സും ഈ ഡോക്ടർ ഡൂം അബ്സോർവ് ചെയ്തിട്ടുണ്ടാവും. കാരണം ആ ഫ്രാങ്ക്ലിനാണെങ്കിൽ അത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു കുരുട്ടാണ്. അതായത് കോമിക്സിൽ പുള്ളിക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ആ ഫ്രാങ്ക്ലിൻ ഒരു പോക്കറ്റ് യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് കളിച്ചുകൊണ്ടിരുന്നത്. അത്രയും പവർഫുൾ ആയിട്ടുള്ള ആ ഫ്രാങ്ക്ലിൻ റിച്ചർഡ്സിൻ്റെ പവേഴ്സും ചിലപ്പോൾ ഈ ഡോക്ടർ ഡൂം അബ്സോർബ് ചെയ്തിട്ടുണ്ടാവാം. കാരണം മരിച്ചു പോയിട്ടുള്ള പുള്ളിയുടെ അമ്മേനെ തന്നെ തിരിച്ചു കൊണ്ടുവരുന്നത് നമ്മൾ ആ ഫെൻറ്റാസ്റ്റിക് ഫോറിൻ്റെ പടത്തിൽ തന്നെ കണ്ടിട്ടുള്ളതാണ്. സോ അത്രയും സൂപ്പർ പവേർഡ് ആയിട്ടുള്ള ആ പയ്യൻ്റെ പവേഴ്സൊക്കെ അബ്സോർബ് ചെയ്തിട്ടായിരിക്കാം ചിലപ്പോൾ നമ്മുടെ ഡോക്ടർ ഡൂം അത്രയും പവർഫുള്ളായി മാറിയിട്ടുള്ളതും തോറിൻ്റെയൊക്കെ ആ അറ്റാക്ക് സിമ്പിളായിട്ട് 2 വിരലിൽ തന്നെ ചിലപ്പോൾ പുള്ളിക്ക് തടുക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളതും. സോ ഇത്രയൊക്കെയാണ് ചിലപ്പോൾ ഞാൻ മിസ്സായിട്ടുള്ള. പിന്നെ നിങ്ങൾക്ക് കുറച്ച് ഡൗട്ട്സ് ഒക്കെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നമ്മൾ അടുത്തടുത്ത വീഡിയോയിൽ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.